ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ? അപ്പം ഞാൻ നാളെ ഇഡ്ഡലി ദോശ എന്തെങ്കിലും ഉണ്ടാക്കണം വിചാരിച്ചുകൊണ്ട് അരി വെള്ളത്തിലിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ അരി വെള്ളത്തിലിട്ട് അരി അരച്ചാൽ നമുക്ക് രാവിലെ നീച്ചാൽ തന്നെ ഒരു സുഖമാണല്ലോ. പിന്നെ നോമ്പും കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ചും. അങ്ങനെ 2 കപ്പ് പച്ചരി ഇട്ട് കൊടുത്തു. റേഷനരിയാണ് കേട്ടോ. പിന്നെ 1/2 സ്പൂൺ ഉലുവയും ഒരു 1/2 കപ്പ് ഉഴുന്നും ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇന്നും തന്നെ എൻ്റെ കയ്യിൽ ചോറില്ല. ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ. ബിരിയാണീൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കാരണം എല്ലാ വീഡിയോസിലും ബിരിയാണി അല്ലേ. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് അവിലില്ലേ അതുണ്ടായിനി, അതിട്ട് കൊടുത്തു. ഈ അവിലിട്ട് കൊടുക്കണത് അരി ഉഴുന്നും നല്ലപോലെ കേകി കൊണ്ടുവന്നിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കുതിരാൻ വെച്ച് കൊടുക്കാം. കുറച്ച് ഒരു ഒപ്പത്തിന് വെള്ളം ഒഴിച്ചിട്ടാട്ടോ കുതിരാൻ വെക്കണത്. ഓവർ വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ ഇത് രാത്രിയാണ് കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം ഞാൻ അരി അരച്ചിട്ട് വെച്ചിട്ട് വേണം കിടക്കാൻ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒരു ജാർക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അരച്ചെടുക്കുക. ഈ 2 റെസിപ്പീസേ ഞാൻ എല്ലാത്തിലും വീഡിയോസിൽ കാറ്ററിങ്ങിലും ഒക്കെ ഞാൻ കാണിക്കണമല്ലേ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ അത് വേണ്ട അരച്ചുകൊണ്ട് അത് എടുത്തിട്ടില്ല. ഞാൻ ഈ അരി കുതിർത്ത വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ അരി അരച്ചെടുക്കണത്. പിന്നെ കമ്മിയുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തേക്കാണ്. അങ്ങനെ ബാക്കിയുള്ള അരിയൊക്കെ നമുക്ക് അരച്ച് കൊണ്ടുവരാം. ഇത് പിന്നെ വൈറ്റ് അവിലേന് കേട്ടോ. വൈറ്റ് അവിലാണെങ്കിൽ വൈറ്റ് കളർ തന്നെ കാരം. അപ്പാണെങ്കിൽ ഇഡ്ഡലി ആണെങ്കിലൊക്കെ കിട്ടുക. പിന്നെ ബ്രൗൺ ആണെങ്കിൽ പിന്നെ ചെറുതായിട്ടൊന്ന് കളർ മാറും. പിന്നെ ഇതൊക്കെ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കത്. അപ്പോൾ ഞാൻ വിസ്ക് വെച്ചുകൊണ്ടാട്ടോ മിക്സ് ചെയ്യണ്. കൈ വെച്ചുകൊണ്ടല്ല. കൈ വെച്ചുകൊണ്ട് മിക്സ് ചെയ്താലേ മാവിനൊരു പുളിപ്പേക്കാരം. അപ്പോൾ ആ പുളിപ്പ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെച്ച് ഞാൻ മാറ്റി വെക്കുക. ഇനി നമുക്ക് രാവിലെ നോക്കാം. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നൂൽപൊൽക്കാൻ അത്താഴത്തിനൊക്കെ നീച്ച് കഴിഞ്ഞാണ്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഒരു 6:30 ആയപ്പോൾ ഒന്ന് കിടന്നു. ഇപ്പം നീച്ചണത് 7:00-ക്കാണ്. ഒരാൾ മദ്രസക്ക് പോയിക്കണ്. ഓൻ പോയിട്ടാണ് പിന്നെ ഞാൻ കിടന്നത്. മറ്റവനെ പിന്നെ അപ്പം തന്നെ വിളിച്ചെണീപ്പിച്ചിനി. അപ്പോൾ ഓൻ്റെ സമയമാകുമ്പോൾ ഓനും പോയിക്കണ്. അപ്പം ഞാൻ നീച്ചപ്പോൾ ആരുമില്ല. പിന്നെ ആദ്യം തന്നെ ഓലും നല്ല ഉറക്കമാണ്. അപ്പോൾ പിന്നെ മാവ് അരച്ചുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഒന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പം നമ്മളെ മാവൊക്കെ ഉഷാറായിങ്ങാണ്ട് പതിഞ്ഞ് പൊന്തി വന്നിക്കണം കേട്ടോ. കണ്ടാൽ നല്ല ഉഷാറായിക്കണേ. ഇനി നമുക്കിതൊക്കെ ഉപ്പിട്ടുങ്ങാണ്ട്, ഇന്നലെ ഉപ്പിട്ടിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ഉപ്പിടുന്നത്. ഉപ്പിട്ടുങ്ങാണ്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അത്ര തന്നെയുള്ളൂ. ഒരു ഈസ്റ്റോ പിന്നെ സോഡാപ്പൊടി ഒന്നും ഞാൻ അതിൽ ചേർത്തിട്ടില്ല. ഈ അപ്പത്തിനാണെങ്കിൽ പുളിപ്പും കാര്യങ്ങളും അതും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഇഡ്ഡലിയും ചുട്ടെടുക്കുന്നുണ്ട്, കുറച്ച് അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. മോനുവിന് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. മോനുവിനാണെങ്കിലും മറ്റവർക്കൊക്കെ ആണെങ്കിലും. പിന്നെ ഇവിടെ കാക്കാക്ക് ആണ്ട് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ തിന്നും, അത്ര തന്നെയുള്ളൂ. അല്ലാതെ താല്പര്യമില്ല ഇഡ്ഡലിനോട് കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് ഞാനൊരു 2-3 ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. പറ്റൂല ഇഷ്ടമല്ല എന്നൊന്നും പറയില്ല കേട്ടോ. നമുക്ക് കഴിക്കണുണ്ടായി നമുക്ക് അറിയാം അത് പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ പിന്നെ ആ ദോശമാവുകൊണ്ട് തന്നെ 2 അപ്പം ചുട്ടെടുക്കാൻ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലാണ്. മോനുവിനാണെങ്കിൽ ഈ ഇഡ്ഡലിനോട് ഭയങ്കര താല്പര്യമാണേനും. ഈ ഇഡ്ഡലി ചെമ്പ് വലിയ ഇഡ്ഡലി ചെമ്പാണ്. ഇതിൽ ഒരു ട്രിപ്പ് ചുട്ടാൽ തന്നെ അത്യാവശ്യത്തിന് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം ആൾക്കാരുമില്ലേ. അപ്പോൾ വാങ്ങിയപ്പോൾ തന്നെ വലിയ ഇഡ്ഡലി ചെമ്പ് വാങ്ങിയതാണ്. ഒരു ട്രിപ്പ് അല്ലെങ്കിൽ 2 ട്രിപ്പിന് പരിപാടി ചെയ്യുമല്ലോ. പിന്നെ അതൊക്കെ ചട്നി ഉണ്ടാക്കിയേക്കാണ് കേട്ടോ. പിന്നെ വാവക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അപ്പുറത്ത് ഞാൻ കുക്കറിൽ ഗ്യാസിൽ അരിയിട്ട് കൊടുത്തേക്കണ്. ഓന് 8 മണിക്ക് മദ്രസ ഇട്ട് തരും. ഒരു 8:15 ആകുമ്പോഴത്തേനും ഓന് ഇവിടുന്ന് ട്യൂഷന് പോകണം. ട്യൂഷന് ഇങ്ങനെ ചോറും കൊണ്ട് പോയിട്ട് പിന്നെ അവിടെ തന്നെയാണ് സ്കൂൾക്കും പോവലാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ ഇരിക്കണ ഇടയിലാണ് ഉറങ്ങിപ്പോയത്. അല്ലെങ്കിൽ ഇങ്ങനെ അത്താഴത്തിന് നീച്ചുമ്പോൾ ഞാൻ ഉറങ്ങലില്ല. കാരണം നമുക്ക് ചോറും കൂട്ടാനൊക്കെ വേണ്ടേ, കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിയാൽ അറിയില്ല. പിന്നെ ഒരു സമാധാനം ദോശക്ക് മാവ് കൂട്ടി വെച്ചിക്കണമല്ലോ എന്നുള്ള സമാധാനം അതും ഉണ്ടായിനി. പിന്നെ ഇഡ്ഡലി ചൂടാറാനൊന്നും നേരമില്ല. ചൂടാറിയിക്കണേ പെട്ടെന്ന് കിട്ടും കേട്ടോ. ചൂടാറാനൊന്നും ഇവിടെ സമയം വേണ്ടേ. ഞാൻ ഇഡ്ഡലി തട്ടുന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ കിട്ടിയിരിക്കണ്. ചട്നി പിന്നെ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിനി. ഞാനിങ്ങനെ രാവിലെ കടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതന്നെ ഇട്ടോ നോമ്പ് തുറക്കുമ്പം കഴിക്കലില്ല. അത് എനിക്കായിട്ട് ഞാൻ ഉണ്ടാക്കലില്ല. ഇനിയിപ്പോൾ കടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചോറുണ്ടാകുമല്ലോ, അപ്പോൾ ചോറ് തിന്നും. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുത്ത് ഇനി 4 ദോശയും ചുടട്ടെ. ഇന്നലത്തെ വീഡിയോസിൽ കുറേ ആൾക്കാർ ഓട്ടടൻ്റെ റെസിപ്പി ഇട്ട് തരുമോ ചോദിച്ചിന്. അപ്പോൾ ഞാനൊരു റെസിപ്പി അതിൻ്റെ ഓൾറെഡി ഇട്ടിക്കണ്. അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. മക്കളെയൊക്കെ അംഗൻവാടിക്ക് പറഞ്ഞയച്ചിട്ട് എനിക്ക് കുറച്ച് സാധനം കൊണ്ടുവരാൻ പോകും വേണം. ഇന്നിപ്പോൾ കൊണ്ടുപോയാക്കാൻ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ കൊണ്ടുപോയാക്കാണ്. നടന്ന് പോണേ, കുറച്ചധികം ദൂരം നടന്ന് പോകാണ്ട് അംഗൻവാടിക്ക്.
അപ്പോൾ മോനും ഉണ്ടാവുമല്ലേ കാക്ക ഉണ്ടാവുമല്ലോ അങ്ങനെ ബൈക്കിന് കൊണ്ടാക്കി കൊടുക്കലാണ്. ഇന്നിപ്പോൾ രണ്ടാളും ഇവിടെ അല്ല. ഞാൻ അതിൻ്റെ ഇടയിൽ അതൊക്കെ നീച്ചങ്ങാണ്ട് കടയിലെത്തിക്കണം കേട്ടോ. ഓലെ പിടിച്ച് കൊണ്ടുവരികയാണ് മോനും. ഇപ്പോൾ സമയം 9:30 കഴിക്കണം കേട്ടോ. ഓല് ശരിക്കും ചായയും കടയും കുടിച്ചിട്ടില്ല. ഇനി അവർക്ക് കഞ്ഞി കൊടുത്തിട്ട് വേണം ഓലെ അംഗൻവാടിയൊക്കെ പറഞ്ഞേക്കാൻ. അപ്പം മോനുവിനോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴേ എടുത്ത് കൊണ്ടുവരികയാണ്. അപ്പം ഇനി കഞ്ഞിയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. അപ്പോൾ പിടിച്ച ചിരുത്താണ്. ഇനിയിപ്പോൾ അതൊന്ന് പള്ളൻ്റെ ഉള്ളിലാക്കണമെങ്കിൽ നല്ല പണിയാണ് രണ്ടാളെയും. ഒരാൾ ഇങ്ങോട്ടാണെങ്കിൽ ഒരാൾ അങ്ങോട്ട്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചാണ്. കുളിപ്പിച്ചിട്ടില്ല, കഞ്ഞി കൊടുത്തിട്ട് വേണം കുളിപ്പിച്ചാൻ. അല്ലെങ്കിൽ ആ മേത്തു കൂടിയൊക്കെ അങ്ങോട്ട് കുപ്പായത്തു കൂടിയും ആകെ ആക്കും. അപ്പം പിന്നെ ഞാനിനി കഞ്ഞി കൊടുത്തിട്ട് കുളിപ്പിക്കാൻ വിചാരിച്ചു. ആദ്യം കണ്ടോ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് കഞ്ഞി കൊടുക്കണേന്. ഓനാണ് ഭയങ്കര മടി തിന്നാൻ. രാവിലെ വയറ് നിറച്ച് ചായയും കടി എന്തെങ്കിലുമൊക്കെ തിന്നുകയാണെങ്കിൽ പിന്നെ കഞ്ഞി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിന്നാത്തതുകൊണ്ടാണ് ഈ കഞ്ഞി കൊടുക്കണത്. പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് പോയാൽ തന്നെ ഇച്ചിരി സമാധാനമാണ് കേട്ടോ. അപ്പം എൻ്റെ സമാധാനത്തിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കഞ്ഞി കൊടുക്കുന്നത്. മറ്റോൻ അതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോയി. അപ്പോൾ ഓനും പിന്നെ പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. അച്ചാറ് നാമച്ച് കൊടുക്കും. അപ്പോൾ എരിഞ്ഞിട്ട് വേഗം കുടിച്ചാണ് അതും. അങ്ങനെ ഇഞ്ഞോലെ കുളിപ്പിക്കണം, കൊണ്ടാക്കണം, ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കഞ്ഞി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ തന്നെ കൊണ്ടാക്കണം. അപ്പോൾ മോനും കാക്കിയൊക്കെ ഇപ്പോൾ പോകും. ഓലൊന്നും ഉണ്ടാവില്ല കൊണ്ടാക്കാനാകുമ്പോഴത്തിന്. അത് കഴിഞ്ഞിട്ട് ഇനി സാധനത്തിനും പോകണം. നോമ്പും നോറ്റിക്കാണ്ടേ പോണ തന്നെ ആലോചിച്ചൂടാ. നല്ല വെയിലും ഉണ്ടെന്ന്. അങ്ങനെ ഓലൊക്കെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കിയിരിക്കണം. അപ്പോൾ തന്നെ മെഷീനിൽ തുണികൾ അലക്കാടിട്ട് വിചാരിച്ചങ്ങാണ്ട് അതൊക്കെ ഇട്ട് വന്ന് ഇഞ്ഞോലെ ഒരുക്കിങ്ങാണ്ട് കൊണ്ടാക്കി കൊടുക്കട്ടെ. അപ്പം നഴ്സറിക്കാണ് പോകുമ്പോൾ പൗഡറും സ്പ്രേയും ഞങ്ങൾക്ക് നിർബന്ധമാണ്. സ്പ്രേ എന്തായാലും അടിച്ചാതെ പോകില്ല രണ്ടാളും. അത്രയ്ക്ക് ഇഷ്ടമാണ് സ്പ്രേ അടിച്ച് പോണത്. മുടി വരാനായിക്കില്ല. അപ്പോൾ പിടിച്ചു വാർന്നു കൊടുക്കുകയാണ്. രണ്ടാളെയും ഇങ്ങോട്ട് ഒരുക്കി അംഗനവാടിക്ക് ആക്കി ഇതാകുമ്പോഴത്തേന് നമ്മളിങ്ങോട്ട് കുഴങ്ങും പോലെ പിന്നാലെ പാഞ്ഞിട്ട്. അങ്ങനെ രണ്ടാളെ ഒരുക്കുക കഴിഞ്ഞാണ്ട് കൊണ്ടുപോയേക്കട്ടെ. നടന്നു പോകാൻ രണ്ടാൾക്കും നല്ല മടിയാണ് കേട്ടോ. എന്നാൽ ഞാൻ എന്താണാവും നോക്കാം നമുക്ക്. ഇല്ല കുഴപ്പമൊന്നുമില്ല, കൈ പിടിച്ചാനൊന്നും അയക്കില്ല. രണ്ടാൾ ഓടുകയാണ്. അത്യാവശ്യം നടന്നു പോകാനുള്ള ദൂരമുണ്ടേ. ഞാൻ ഒച്ചടുമ്പോൾ പിന്നെ അവിടെ നിൽക്കും, പിന്നെയും വടിയൊക്കെ എടുക്കും. അങ്ങനെ ഏതായാലും എന്തിനു പറയണേ ഞങ്ങളവിടെ എത്തിക്കണ്. ഈ അംഗൻവാടി ഒരു താൽക്കാലിക അംഗൻവാടി കേട്ടോ. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ അംഗൻവാടി നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അധികം നടക്കാനൊന്നുമില്ല. അത് പൊളിച്ച് പണിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് മാറ്റിയതാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ കളിക്കോപ്പിൻ്റെ കൊട്ടയൊക്കെ കണ്ട് അങ്ങോട്ട് നിരത്തി രണ്ടാളും നല്ല കളിയിലാണ്. അപ്പം ഇനി ഓരോടൊക്കെ ടാറ്റ അറിഞ്ഞുകാണ്ട് ഇനി ഞാൻ പോവുകയാണ്. അപ്പം ഞാൻ നടന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, ഫസ്ലാമർ സ്കൂള്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്കൂള്. അപ്പം നമ്മളെ ഈ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണും. കണ്ടോ, ഇവിടുന്ന് അങ്ങനെ നോക്കിയാൽ കാണും നമ്മളെ വീട് കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലെത്തി. വീട്ടിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാണ്ട് ഞാൻ പോവുകയാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയണ മാതിരി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊന്നും ആരും ഒരു മടിയും കാട്ടണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.